പന്തീരങ്കാവിൽ നവവധുവിനെ പീഡിപ്പിച്ച കേസിൽ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കുടുംബം. രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിക്കുകയാണ് പോലീസ്. വധശ്രമത്തിന് കേസെടുത്തതറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. ഉയർന്ന ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കണം എന്നാണ് ആവശ്യമെന്നും യുവതിയുടെ സഹോദരൻ പറഞ്ഞു. രാത്രിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ഏകദേശം 1 മണിയോടെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. സ്ത്രീധനം പോരായിരുന്നു എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ് തർക്കം. ആളിതിൽ കൂടുതൽ ഡിസർവ് ചെയ്തിരുന്നു, ഒരു കാറ് ഡിസർവ് ചെയ്തിരുന്നു എന്നുള്ള പേരും പറഞ്ഞിട്ടാണ് തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്നേ ദിവസം തന്നെ രാവിലെ രാഹുലിന്റെ അമ്മയായിട്ട് ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് കേൾക്കാൻ പാടില്ല എന്താ സംസാരിച്ചെന്നുള്ളത്. സംസാരം കഴിഞ്ഞിട്ട് ഞാൻ രാഹുലിനോട് ചോദിച്ചു, എന്താണ് അമ്മ പറഞ്ഞത്? അപ്പൊ നീ അറിയണ്ട എന്നാണ് പറഞ്ഞത്. ഇതെന്തോ മോനെ, എന്തോ മകന്റെ മനസ്സിലേക്ക് അമ്മ എന്തോ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് രാഹുൽ അങ്ങനെ ബിഹേവ് ചെയ്യില്ല. അപ്പോൾ എന്തോ കാര്യമായിട്ട് അമ്മ പറഞ്ഞു കൊടുത്തതിന്റെ ആ ഒരു ചുരുക്കിൽ വന്നിട്ട് ഈ സ്ത്രീധനം, അപ്പൊ സ്ത്രീധനം തന്നെയാണ് സ്ത്രീധനം. കാരണം ഇതിനു മുന്നേയും അമ്മ ഞാൻ കിച്ചണിൽ കയറുന്ന സമയത്ത് അമ്മ പറയുമായിരുന്നു, സ്ത്രീധനം ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത്, ഇതിൽ കൂടുതൽ തരുന്നുള്ള രീതിയിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അമ്മ അനിയത്തിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. എന്റെ ഫാമിലി ഇതൊക്കെ അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിന്റ്സ് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ രാഹുലിന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ എത്തിയിരുന്നു. പോലീസ് രാഹുലിന്റെ തോളത്ത് കയറ്റി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് രാഹുലിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് എന്റെ കഴുത്തില് ചാർജറിന്റെ കേബിൾ വെച്ച് മുറുക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അത് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ആ പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ന്യൂസ് ആ പരാതികളെല്ലാം അതിൽ നിന്നും അവര് സ്കിപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ രീതിയിലല്ല, കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ CIയോട് എന്റെ അച്ഛൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇതൊക്കെ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ, ഭാര്യ ഭർത്താവും തമ്മിൽ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങളെ, അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് നമുക്ക് വിട്ടേക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് പരാതി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതി ഉണ്ട്. നമ്മൾ പറഞ്ഞു പരാതി ഉണ്ട്, ഇത് കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ CI പറഞ്ഞത്, ഇതിന് എന്താണ് കേസുള്ളത്, നിങ്ങൾക്കറിയാവുന്ന ഏത് കേസാണ് ഇതിലുള്ളത്, ആ കേസ് എന്താണെന്ന് വെച്ചാൽ എടുക്കാം എന്നുള്ളത്. അപ്പൊ നമ്മളെ പരിഹസിക്കുന്ന രീതിയിലാണ്, എന്തെങ്കിലും കേസ് ഉണ്ടോ ഇതിന്, അങ്ങനെ ആ കേസ് എടുക്കാലോ എന്നുള്ള പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് CIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ രക്ഷപ്പെടാൻ പല ഭാഗത്തു നിന്ന് ശ്രമിച്ചെങ്കിലും എനിക്ക് പറ്റിയില്ല. കോണ്ടാക്ട് ചെയ്യാനായിരുന്നെങ്കിൽ ഫോൺ രാഹുലിന്റെ കസ്റ്റഡിയിലായിരുന്നു. എനിക്ക് ഒരു രീതിയിലും ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടുത്തെ അന്വേഷണം തീരെ തൃപ്തിയല്ല. അപ്പോ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരെ നമുക്ക് അന്വേഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ അഭിപ്രായം. അത് തീരെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ തന്നെ പെൺകുട്ടിയോട് അങ്ങോട്ട് ചെല്ലാൻ ഓൾറെഡി പറഞ്ഞാണ്, ഇപ്പൊ തീരെ വയ്യാണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവർ അങ്ങോട്ട് ചെല്ലാനാണ് പറയുന്നത്. അവിടെ എന്തോ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കി കൊടുക്കണമെന്ന രീതിയിലാണ് പറയുന്നത്. വീടിന്റെ ഒക്കെ മാസ്റ്റർ പ്ലാനൊക്കെ എന്തോ വരച്ച് എഴുതി കൊടുക്കണമെന്ന് പെൺകുട്ടി, അങ്ങനെ രീതിയിലൊക്കെയാണ് പറയണത്. പിന്നെ തീരെ മുന്നോട്ട് പോകില്ല, പ്രതി ഒടുവിലാന്ന് പറയുന്നത്. പിന്നെ അന്ന് നമ്മൾ ചെന്ന ദിവസം തന്നെയുള്ള അവരുടെ പെരുമാറ്റമായാലും വളരെ മോശമായിരുന്നു. അപ്പൊ ഞങ്ങക്ക് എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പം മുന്നോട്ട് പോകണമെങ്കിൽ, ഇപ്പൊ എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന് മുകളിലുള്ളവർ അന്വേഷിക്കണം. തീർച്ചയായും ഞങ്ങളുടെ ഇതിലേക്ക് മാറ്റി തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടേക്കുന്നത്. ഇപ്പൊ പരാതിയിലും ഞങ്ങൾ അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ട്. കേസ് എടുത്തൊന്നും ഇന്നലെ അറിഞ്ഞു, പക്ഷെ നമ്മളോട് ഇപ്പൊ ആരും അങ്ങനെ വാർത്തയിലൂടെ തന്നെയാണ് അറിഞ്ഞത്. ഇപ്പോ വധശ്രമത്തിനുള്ള കേസ് എടുത്തു, പക്ഷെ നമ്മളിപ്പോ പോലീസൊന്നും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ മൊഴിയെടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ്. അപ്പൊ ഇന്നലെ തുടങ്ങിയിട്ടാണ് അവിടെ നിന്ന് നേരിട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്നൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ മൊഴിയെടുത്തില്ല. അതായത് മാക്സിമം വൈകിപ്പിച്ചോണ്ടിരിക്കുക. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണില്ല. അതായത് മാക്സിമം പ്രതിനെ പുറത്തേക്ക് കടത്താനുള്ള ശ്രമമായിട്ടാണ് തോന്നുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് യുവതിയുടെ സഹോദരനടക്കം പങ്കുവയ്ക്കുന്നത്. സംഭവത്തിൽ പോലീസിനെതിരെ മർദ്ദനത്തിനിരയായ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും SP-ക്കുമാണ് പരാതി നൽകിയത്. പോലീസും രാഹുലിനുമെതിരെ ചുമത്തിയത് നിസ്സാര വകുപ്പുകളാണെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. രാഹുൽ പോലീസിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും പരാതിക്കാരി വ്യക്തമാക്കുന്നു. അതേസമയം പരാതി പരിശോധിച്ച ശേഷം നടപടി കൈക്കൊള്ളുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടു. അപ്പൊ ഞാൻ നോക്കിയിട്ട് ചെയ്യാം. അത് ഓഫീസിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറയാം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ വിവാഹ തട്ടിപ്പ് വീരനെന്നാണ് സൂചന.
രാഹുലുമായി വിവാഹം ഉറപ്പിച്ച പെൺകുട്ടികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോട്ടയത്തും എറണാകുളത്തും വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നതായും വിവരമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറും ആജ്ഞ രവീന്ദ്രനും ചേരും. ആദ്യം അനീഷിലേക്ക്. അനീഷ്, രാഹുലിനെതിരായ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഇയാൾ എവിടെ എന്നത് സംബന്ധിച്ച് സൂചന എന്തെങ്കിലുമുണ്ടോ? അനീഷിലേക്ക് തിരികെ എത്താം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ പ്രതിയായ രാഹുലിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് ആരോപണം ഉയരുന്നുണ്ട്. ഇയാൾ നേരത്തെയും വിവാഹം കഴിച്ചതായ ആരോപണം ശരിവെക്കുന്നതാണോ? ഇതിൽ കുടുംബത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? പാർവതി, കോട്ടയത്തും എറണാകുളത്തും കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും രാഹുൽ നേരത്തെ വിവാഹങ്ങൾ കഴിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച്. എറണാകുളത്തും കോട്ടയത്തുമാണ് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രാഹുൽ നേരത്തെ തന്നെ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ഇതിൽ ഒരു വിവാഹത്തിന്റെ ഡിവോഴ്സ് കേസ് ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ എന്നാണ്. എന്നാൽ ഈ രണ്ട് പെൺകുട്ടികളോടും നമ്മളോട് മീഡിയയോട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിവരങ്ങൾ ഉടൻ വെളിവാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും നേരത്തെ തന്നെ ഇങ്ങനത്തെ കേസുകളുണ്ട്. രാഹുൽ നേരത്തെയും വിവാഹം കഴിക്കുക, ഡിവോഴ്സ് ചെയ്യുക, ഇതൊരു ശീലമാക്കിയ ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പാർവതി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് പോലീസിന്റെ, അതായത് പ്രത്യേകിച്ചും പന്തീരങ്കാവ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നതിൽ അവർക്ക് തൃപ്തിയില്ല. അതിൽ കാരണം അവർ FIR കേസ് രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോൾ അവരോടുണ്ടായിരുന്ന പെരുമാറ്റവും CIയുടെ പെരുമാറ്റ രീതിയും ഒക്കെ പെൺകുട്ടി നമ്മളോട് സംസാരിച്ച് ന്യൂസ് 8നോട് വെളിപ്പെടുത്തിയത് അനുസരിച്ച് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് തേച്ചുമാച്ച് കളയാനുള്ള എല്ലാ നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നൊരു കൺഫ്യൂഷൻ, ഒരു സംശയം, ഒരു ആശങ്ക ഈ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പെൺകുട്ടിയുടെ സഹോദരനാണ് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. അവരുടെ ആവശ്യം ഇതാണ്, ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസ് അന്വേഷിക്കണം. രാഹുൽ ജർമ്മനിയിലേക്ക് പോകാനിരിക്കുകയാണ്. ഒരുപക്ഷെ ജർമ്മനിയിലേക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും കുടുംബം മുന്നിൽ കാണുന്നുണ്ട്. വധശ്രമത്തിന് പോലീസ് ഇന്നലെ കേസെടുത്തിട്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കുടുംബത്തെ അറിയിച്ചിട്ടില്ല. ഈ ദിവസം 12-ാം തീയതി ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പന്തീരങ്കാവിലെത്തിയപ്പോൾ ഉച്ചയ്ക്ക് 1:30 മണി മുതൽ രാത്രി 7 മണി വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാവരെയും, പ്രത്യേകിച്ചും വിരുന്ന് വന്ന ആളുകളാണ്, 10-30 പേരുണ്ട്, അതിൽ കുഞ്ഞുങ്ങളുണ്ട്. ഈ ആളുകളെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തുന്ന, ഭക്ഷണം പോലും കഴിക്കാതെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പെൺകുട്ടിയുടെ അച്ഛൻ നമ്മളോട് പ്രതികരിച്ചപ്പോൾ നമ്മളോട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം മുതൽ ഇങ്ങോട്ട് പന്തീരങ്കാവ് പോലീസിന്റെ നിലപാട് എന്താണ് ഈ കേസിൽ എന്നുള്ള കാര്യം വ്യക്തമാണ്. പോലീസ് ഈ കേസിൽ ഉരുണ്ട് കളിക്കുന്നുണ്ട്. ഒരുപക്ഷെ രാഹുലിനെ സംരക്ഷിക്കാനും രാഹുലിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണോ എന്നൊരു സംശയം കൂടി പെൺകുട്ടി ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. രാഹുലിന്റെ തോളിൽ കൈയിട്ട് പോലീസുകാർ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് പോലീസ് സ്റ്റേഷനിൽ കണ്ടത്. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. തന്റെ കഴുത്തിൽ കേബിൾ വലിച്ചു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു മൊഴിയുണ്ടായി. പക്ഷെ അത് പാടെ തള്ളിക്കളയുന്ന ഒരു FIR ആണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇത് ഒന്നും വധശ്രമത്തിലുള്ള അല്ലെങ്കിൽ കൊലപാതകത്തിന് രാഹുൽ ശ്രമിച്ചു, പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള സൂചനയും FIR എവിടെയും കണ്ടില്ല എന്ന് തന്നെയാണ് പെൺകുട്ടി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കേസ് തേച്ചുമാച്ച് കളയാനുള്ള, ഇതൊക്കെ ഒരു കേസാണോ, ഇതൊക്കെ നിരന്തരമായി സംഭവിക്കുന്നതല്ലേ എന്നുള്ളതായിരുന്നു CIയുടെ ഒരു പ്രതികരണമെന്നാണ് ഇന്നലെ പെൺകുട്ടി പരാതിക്കാരി നമ്മളോട് പ്രതികരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണെങ്കിലും ഇന്ന് വനിതാ കമ്മീഷൻ ഈ കേസ് എടുക്കുന്നുണ്ട്. വനിതാ കമ്മീഷനെ നമ്മൾ ഇന്നലെ കോൺടാക്ട് ചെയ്തിരുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ നമ്മളോട് നേരിട്ട് പറഞ്ഞിരുന്നു വേണ്ട നടപടികൾ കേസിൽ സ്വീകരിക്കുമെന്ന്. എന്നിരുന്നാൽ പോലും രാഹുൽ ഒളിവിലാണ് എന്നുള്ള ഒരു വാർത്ത കുടുംബത്തിന് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം 26-ാം തീയതി ജർമ്മനിയിലേക്ക് പോകാനിരുന്നതാണ് രാഹുൽ. പക്ഷേ നേരത്തെ അങ്ങോട്ട് തന്നെ കടന്നിട്ടുണ്ടാകുമോ, അതല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കടക്കാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുമോ തുടങ്ങിയ ആശങ്ക കുടുംബത്തിനുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടിയെ പന്തീരങ്കാവിൽ മർദ്ദനമേറ്റ് അവശയായി. ഇന്നലെയാണ് ആ പെൺകുട്ടി ആശുപത്രി വിട്ടത്. തലയ്ക്കുൾപ്പെടെ നിരവധി ക്ഷതങ്ങളുണ്ട് അതിന്റെ ശരീരത്തിൽ. അപ്പോൾ അതിന് വിശ്രമം ആവശ്യമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ള. ഈ പെൺകുട്ടി പന്തീരങ്കാവിൽ പോയി
ഇത് പറയണം, അല്ലെങ്കിൽ അതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള ഇതിന് ആവശ്യത്തിന് പെൺകുട്ടി പന്തീരങ്കാവിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് പോലീസിന്റെ ആവശ്യം. പക്ഷേ ഇതുവരെയും കമ്മീഷൻ ഓഫീസിൽ നിന്നോ അതല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. വധശ്രമത്തിന് കേസ് എടുത്തു എന്നുള്ള കാര്യം മീഡിയയിൽ കൂടിയാണ് അറിയുന്നത് എന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കുടുംബം നമ്മുടെ മുന്നിൽ നിരത്തുന്നത്. എന്നിരുന്നാലും രാഹുൽ വിവാഹ തട്ടിപ്പ് വീരനാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാർവതി. ശരി ആജ്ഞ. ഇപ്പോൾ MS അനീഷ് കുമാർ കൂടിയുണ്ട്. അനീഷ്, രാഹുലിനെതിരായ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുകയാണ്? ഇയാൾ ജർമ്മനിയിലേക്ക് കടന്നു എന്നും ഈ കുടുംബം, പെൺകുട്ടിയുടെ കുടുംബം ആശങ്കപ്പെടുന്നു. പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പ്രതി ഇപ്പോൾ സ്ഥലത്തില്ല, ഒളിവിലാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. നേരത്തെ ചുമത്തിയ വകുപ്പുകൾക്കൊപ്പം വധശ്രമ കേസും ഒപ്പം സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രതി ഒളിവിലാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അനീഷ്, ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച എന്നത് ആദ്യഘട്ടം മുതൽ തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്ന കാര്യമാണ്. ഈ കേസ് വിവാദത്തിലായതോടെ ഈ പോലീസും പ്രതിരോധത്തിലായിരിക്കുകയല്ലേ? യെസ്, അനീഷിലേക്ക് വരാം. പന്തീരങ്കാവ് കേസിൽ, നവവധുവിനെ പീഡിപ്പിച്ച കേസിൽ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത്. ഈ പ്രതിയായ രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് പോലീസാണെന്നും അവർ ആരോപിക്കുന്നു. വധശ്രമത്തിന് കേസെടുത്തതറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. ഉയർന്ന ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് പെൺകുട്ടിയുടെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ഈ ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ വിവാഹ തട്ടിപ്പ് വീരനാണെന്ന സൂചനയുമുണ്ട്. രാഹുൽ മുൻപും വിവാഹമുറപ്പിച്ച പെൺകുട്ടികൾ ഉണ്ട്. പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. കോട്ടയത്തും എറണാകുളത്തും വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നതായാണ് സൂചന. സംഭവത്തിൽ പോലീസിനെതിരെ മർദ്ദനത്തിനിരയായ പെൺകുട്ടിയും പരാതി നൽകി. മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും SP-ക്കുമാണ് ഇവർ പരാതി അയച്ചിരുന്നത്. വിവരങ്ങൾ നൽകിയത് MS അനീഷ് കുമാറും ആജ്ഞ രവീന്ദ്രനും.